ഇന്ന് ചേച്ചിയുടെ കല്യാണമാണ്. ഹൗ ഡു ഐ ഫീൽ അബൌട്ട് ഇറ്റ്? സന്തോഷം, മിക്സ്ഡ് ഇമോഷൻസ് ആണ്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ബട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അക്സെപ്റ്റൻസ് ആണ് പാട്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കല്യാണം കഴിക്കുകയാണെന്ന്. ഞങ്ങൾ തമ്മിൽ 6 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. ഇപ്പോൾ എനിക്കിപ്പം ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും അറിയാം, ചേച്ചിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്ന് കെട്ടിപ്പോവാണ്. But I'm happy that she got someone she loves, someone who loves her so much. We're walking together through any weather. You and I, side by side. We can't go anywhere when the sun is shining and the world is smiling, and it's you and I, side by side. It's even brighter together. When we're together, we are stronger. We can lift each other when we're falling. I got your back and you got mine. When we're side by side. When we're side by side. When the going gets tough and the tough gets going, if it's you and I, side by side, it's a little bit easier together. When we're together, we are stronger. We can lift each other when we're falling. I got your back and you got mine. When we're side by side. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ചിത്തം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, സകലമായ ഒരുവനെങ്കിലും അപേക്ഷയായി ലോകത്ത് കേൾക്കുന്നത് ഓർക്കണമേ. കലിയുടെ രാജ്ഞിയെ കലികയുടെ മാതാവേ, ഈ വിശ്വാസത്തിൽ കാത്തു ഞാനെന്നു നെടുവർപ്പെട്ട ഞാൻ ധ്യാനിക്കത്തെ കാത്തുകൊണ്ട് അങ്ങേ സഭയിൽ നിൽക്കുന്നു. മാതാവേ, എന്റെ അപേക്ഷയാതെ കേട്ടുരാമേ. സകലത്തിന്റെ നാഥനായ ദൈവമേ, മക്കളെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, നിന്റെ കൃപയും കടാക്ഷവും കൊണ്ട് എല്ലാം വിജയകരമായി തീരുന്നതിനും നിന്റെ വരപ്രസാദം ഈ മക്കളുടെ മേൽ ചൊരിയുന്നതിനും ഈ കുടുംബത്തിൻ്റെ മേലും ചൊരിയുന്നതിനും സമൃദ്ധമായി ജീവിക്കുന്നതിനുള്ള അനുഗ്രഹവും കർത്താവേ നീ അവർക്ക് കൊടുക്കണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്റെ കൃപാവരം കൊണ്ട് അവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. യേശുവേ, പാവനാത്മാവേ, ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടായിരിക്കണമേ. മക്കൾക്ക് എപ്പോഴും കൂട്ടായിരിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, സകല വിശുദ്ധരെ മക്കൾക്ക് കൂട്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മയെ മക്കൾക്ക് എപ്പോഴും അമ്മയായി
തുണയായിരിക്കാൻ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എൻ്റെ കാവൽക്കാരൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. We're walking together through any weather. You and I, side by side. We can go anywhere when the sun is shining and the world is smiling, and it's you and I, side by side. It's even brighter together. When we're together, we're stronger. We can lift each other when we're falling. I got your back and you got mine. When we're side by side, when we're side by side. When the going gets tough and the tough gets going, if it's you and I, side by side, it's a little bit easier. Together, when we're together, we are stronger. We can lift each other when we're falling. I got your back and you got mine. When we're side by side, when we're side by side. പൂർണ്ണമായ അറിവോടും ഉത്തരവാദിത്വവും സ്വയം ജീവിതത്തിലേക്ക് ചിന്തിച്ചു
ഈ ഒരു തീരുമാനം ഇവരെടുക്കുന്നു. ഇവരുടെ ജീവിതത്തിന് ഉണ്ടാകുന്ന പ്രതിസന്ധികളെ, അസ്വസ്ഥതകളെ, വേദനകളെ, ബുദ്ധിമുട്ടുകളെ പരസ്പരം കൂട്ടായിട്ട് അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനാണ്, അതിനെ തരണം ചെയ്യുവാനാണ്, ജീവിതത്തിലെ സന്തോഷങ്ങളെയും ജീവിതത്തിലെ എല്ലാവിധ കാര്യങ്ങളെയും പരസ്പരം പങ്കുവയ്ക്കുവാനായിട്ട് ഇവർ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഈ അധ്യായം ദൈവത്തിന് മുമ്പിൽ വാഗ്ദാനം ചെയ്യുന്നത്. ഇവർക്കുണ്ടായി ഇവിടെ ജീവിതത്തിന് നീളം ദൈവാനുഗ്രഹം ഉണ്ടാക്കുവാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കനാലിലെ കല്യാണത്തിന് അവിടുന്ന് വെള്ളം തേങ്ങാക്കി അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ജീവിതത്തിന് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ലഹരി നിറഞ്ഞ ഒരു വീട് എപ്പോഴും നിറഞ്ഞു നിൽക്കുവാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ ജീവിതത്തിന് കിട്ടുന്ന എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പരസ്പരം സ്നേഹത്തിലും വിശ്വാസത്തിലും സമാധാനത്തിലും എന്നും വർദ്ധിക്കുവാനായിട്ട് വേണ്ട കൃപാവലയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിന് ഇവരെ പ്രാർത്ഥിക്കുകയും ചെയ്യും.
കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളോട് കൂടിയായിരിക്കുകയും മാനവവംശത്തിന്റെ വർദ്ധനയ്ക്കായി സ്ഥാപിച്ചതിനെ കാര്യങ്ങളും കാത്തുപാലിക്കുകയും ചെയ്യണമേ. അങ്ങനെ പരമാധികാരത്താൽ സംയോജിപ്പിക്കപ്പെടുന്നത് അങ്ങേ സഹായത്താൽ കാത്തുരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്തെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യാൻ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അവർ ഒറ്റ ശരീരമായി തീരും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കണ്ണുകാലുകൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യരെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്നെടുത്ത ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. കർത്താവിന്റെ വചനം. കർത്താവിനെ ഞാൻ ഇന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ ഇന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവേ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരായിരിക്കുകയില്ല. ഈ എളിയവർ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാലഘട്ടത്താൽ ഒരുവൻ മാറി ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതൽ അവരെ പുരുഷൻ സ്ത്രീയുമായി സൃഷ്ടിച്ചു. എന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചേർന്നിരിക്കും. ഇവരിക്കപ്പോൾ ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി. തന്റെ പിന്നീട് ഒരിക്കലും അവർ രണ്ടെണ്ണം ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. അവിടുന്ന് ജ്ഞാനസ്നാനത്തെ മുന്നോട്ട് പുറത്തുവിളിച്ചിട്ടുണ്ടാകുന്നത് ഒരു പ്രത്യേക ഉദാശയിലായി വൈവാഹിക എല്ലാ ചുമതലകളും നിർവഹിച്ച് ആജീവനാണ് പരസ്പര വിശ്വസ്ത പാലിക്കുവാൻ ഞാൻ
ഞാനിപ്പോൾ തിരുസഭാ സംഘം ഒരു പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ജീവൻ അനീറ്റ നിങ്ങൾ വിവാഹിതരാകുന്നത് ആരുടെയും സമ്മതമില്ലാതെ പൂർണ്ണമായ അറിവും സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹവും സ്വീകരിക്കുവാൻ ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനം അനുസരിച്ച് വളർത്തുവാൻ സന്നദ്ധരാണ്. വിവാഹം നിങ്ങൾ വെറുതെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതപ്പെടുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കും. ഒരു നിമിഷം വരെ മരണം വരെ സന്തോഷത്തിലും സമ്പാദത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസതയോടെ സ്നേഹിച്ച് ആദരിച്ച് ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർതിരിക്കുന്നവരും സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ച് ആദരിച്ച് ഒന്നിച്ച് ജീവിക്കുന്നവരെ ആഗ്രഹിക്കുന്നു. സ്വീകരിച്ച് ദൈവം യോജിപ്പിച്ചത് മനുഷ്യനെ വേർപെടുത്താറുണ്ട്. ദൈവമേ ഈ താങ്കളെയും മോചനങ്ങളും ആസ്വദിക്കുന്നു. പരസ്പര സ്നേഹത്തിന്റെ വിശ്വസ്തയുടെയും ദൈവമേ പ്രസാദത്തിന്റെ അടയാളമായി മക്കളോട് വ്യാപനം ആസ്വദിക്കുന്നു. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദങ്ങളുടെ ക്രിസ്തുവിന് വസ്ത്രമായ ദമ്പതികൾ ക്രിസ്തു സമയം തമ്മിലുള്ള ഭാവനമായ ബന്ധത്തിന്റെ പ്രതിബന്ധനമായി ജീവിച്ച് സ്വർഗത്തിൽ നമ്മുടെ വസ്ത്രമായി ഉപയോഗിക്കുന്നു. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസത്തിൻ്റെയും അടയാളമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താരം വഹിച്ചു. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചു കൊടുത്തു.
സ്നേഹത്തിന്റെ സഹോദരങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങളുടെ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്കുനാൾ അഭിവൃദ്ധിയുള്ള അധികാരം നമ്മുടെ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തു ഇന്ന് മോഹൻബന്ധങ്ങളിൽ നന്മകളിൽ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങളെ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും സംയോജിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചെയ്യുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടുവാൻ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഹൃദയങ്ങളിൽ കുടുംബത്തിൽ എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകയായി ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തമായ ദൈവമേ, എന്റെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹവും മക്കളെ പ്രാർത്ഥന സ്വർഗത്തിൽ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കുന്നവരിൽ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുന്ന ഉദാഹരണം കർത്താവായ ക്രിസ്തുവിനെ ഞാൻ സമർപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സ്വീകാര്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹത്തിന്റെ പാവനമായി അർപ്പിച്ച ഈ കാണിക്കകൾ സ്വീകരിക്കുകയും അതിന്റെ നന്മയുടെ ഗുണമായും അതിന്റെ തന്നെ ഉദാഹരണീയമായിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ വിവാഹത്തിന്റെ ഫലപുഷ്ടമായ ചാരിത്രശുദ്ധി ദത്തുപുത്രരുടെ വർദ്ധനയ്ക്ക് ഉപകരിക്കുന്നതിന് മനപ്പൊരുത്തത്തിന്റെ മധുരത്താലും സമാധാനത്തിലും അഭിവാച്യമായ ബന്ധത്താലും വൈവാഹിക ഉടമ്പടിയെ ഉറപ്പിച്ചുവല്ലോ. എന്തെന്നാൽ കർത്താവേ, ശിശുക്കളുടെ ജനനം ലോകത്തിന് പുഷ്ടമായി തീരുകയും ജ്ഞാനസ്നാനത്താലുള്ള നവജന്മം സഭയുടെ വർദ്ധനവിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങനെ പരിപാലനത്താലും കൃപയാലും അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവേ ഈ വിവിധ പ്രവർത്തനങ്ങളെല്ലാം നിർവഹിക്കുന്നു. അവിടുന്ന് വഴി മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അങ്ങേ അഭിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതിഗീതം ഞങ്ങൾ ആലപിക്കുന്നു. കർത്താവേ, സർവശക്തിയുടെ ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകളെ പോലെ ഈ കാണിക്കത്തിന് പവിത്രമാക്കിയിടമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റപ്പെടുക്കപ്പെട്ട സ്വമനസായ പീഡകൾ സഹിച്ചപ്പോൾ അപ്പോഴെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു.
അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് നഗ്നത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു വിതരണം ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. അവിടുത്തെ മരണവും ഉയർത്തുകൊണ്ട് അങ്ങേത്തിന് മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ കപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ പ്രത്യക്ഷനായ ഓളാങ്കടിയോടും വൈദ്യക ഗണത്തോടും സ്നേഹത്തിന്റെ ഉയരത്തിന്റെ പ്രത്യാശകളോട് ഞങ്ങൾ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മറന്ന സഹോദരങ്ങളെ നോക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവർ സൂചിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും കരയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവബോധമായ പരിശുദ്ധ അറിയത്തോടും ആ കന്യകതാവായ ഭാഗ്യപ്പെട്ട അവസരങ്ങളോടും അനുഗ്രഹിതരായ സഹോദരന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സഹോദരത്തോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞാൻ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രാർത്ഥന പ്രത്യാശയോട് പ്രാർത്ഥിക്കാം. ആശീർവാദം കാരണങ്ങളും ശരീരമാണ് ക്രിസ്തുവിന്റെ ശരീരം വ്യക്തങ്ങളുടെ ഉദാശയും വിശുദ്ധ ഗുണപടികളും സമീപിച്ചവരെ ഒരേ ദൈവമേ മഹാശക്തിയാൽ ഇല്ലായ്മ സമസ്തവും സൃഷ്ടിച്ചതാക്കാം. പ്രപഞ്ചോത്പത്തി ക്രമവൽക്കരിച്ചപ്പോൾ മനുഷ്യനെ അങ്ങേ സാധിച്ചത് സൃഷ്ടിക്കുകയും പുരുഷന് സ്ത്രീയെ വേർപെടുത്താനാകാത്ത തുണയാക്കി തീർക്കുകയും ചെയ്തത്. അങ്ങനെ മേലിൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാണെന്നും സംപ്രീതിയോടെ അന്ന് ഒന്നാക്കി തീർത്തവരെ ഒരിക്കലും വേർപെടുത്താൻ
പ്രാർത്ഥിച്ചു. ദൈവമേ, വിവാഹ ഉടമ്പടിയിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും ഉദാശ പ്രതിബിംബമാക്കുന്ന വിധം വിവാഹബന്ധം അങ്ങ് മഹത്തായി രഹസ്യമാക്കി പവിത്രീകരിച്ചുള്ളൂ. ദൈവമേ, അതുവഴി പുരുഷനോട് സ്ത്രീ ഒന്നാകെ ചേർക്കപ്പെടുകയും ആദ്യം മുതലേ ക്രമവൽക്കരിച്ചുള്ള ഈ സഹവാസം അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഈ അനുഗ്രഹം മാത്രമേ ഉത്ഭവപാപത്തിന്റെ ശിക്ഷയാലും ജലപ്രളയത്താലുള്ളവയോ വിനാശത്താലോ നഷ്ടപ്പെടാറുള്ളൂ. വിവാഹബന്ധത്താൽ ഒന്നായി തീർന്ന അങ്ങേ ദാസരുടെ മേൽ കരുണപൂർവ്വം കടാക്ഷിക്കണം. അവർ പ്രത്യാശയുള്ള അങ്ങേ ആശീർവാദത്താൽ ശക്തിപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവർഷം അവരുടെ മേൽ ചൊരിയണം. അങ്ങനെ വിവാഹ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ അവർ നിലനിൽക്കുവാൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹം ചൊരിയണം. അങ്ങേ ദാസിയായ അനേക ആഗ്രഹീയ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കൃപയുണ്ടാകണം. വിശുദ്ധ ഗ്രന്ഥം പ്രകീർത്തിക്കുന്ന പുണ്യവതികളെ അനുകരിക്കുന്നവരാണ് അവർ നിലനിൽക്കട്ടെ. ഇവരുടെ കർത്താവായ ജീവനോർവിന്റെ ഹൃദയം ഇവളിൽ വിശ്വാസം നൽകട്ടെ. ഇവിടെ ഹൃദയ പങ്കാളി വിവാഹന ജീവിതത്തിന്റെ കൂട്ടവകാശിയുമായി അംഗീകരിച്ചിട്ടുള്ള ഇവർക്ക് അർഹമായ ആദരം നൽകുകയും ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ സദാ ഇവിടെ സ്നേഹിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന അങ്ങേ കൽപ്പനകൾ പാലിക്കുകയും ഏകശരീരമായി തീർന്ന ജീവിത നൈർമല്യം വെളിപ്പെടുത്തുകയും ചെയ്യട്ടെ. സുവിശേഷ ചൈതന്യത്താൽ ശക്തിയാർജിച്ച സർവജന സമക്ഷം ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായി തീരുകയും സന്താനഭാഗ്യത്താൽ അനുഗ്രഹീതരാകുകയും സുഹൃത്ത സമ്പന്നരായ മാതാപിതാക്കന്മാരായി തീരുകയും അവരുടെ സന്താന പരമ്പര കാണുകയും ഇവർ ദീർഘായുസ്സുകളായി ക്ഷമിച്ച ഭാഗ്യപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും സ്വർഗരാജ്യത്തിലേക്കും എത്തിച്ചേരുകയും ചെയ്യുവാനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിന്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഉറവാനേ
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ബലിയുടെ ശക്തിയാൽ അങ്ങേ പരിപാലനത്തിൽ സ്ഥാപിച്ചവരെ കാരുണ്യവായ്പോടെ അനുയാത്ര ചെയ്യണമേ. പാലബന്ധത്താൽ സംയോജിപ്പിച്ചവരെ ഒരേ അപ്പത്താൽ ഒരേ പാലപാത്രത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തവരെ ഒരേ സ്നേഹത്തിൽ ഏകമാനസരാക്കി തീർക്കുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ നിത്യപിതാവായ പരസ്പര സ്നേഹത്തിലൂടെ ഏകമാനസരാക്കി തീർക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വസിക്കുകയും നിങ്ങളുടെ ഭവനത്തിൽ സദാ നിലനിൽക്കുകയും ചെയ്യുവാനാകട്ടെ. സുഹൃത്തുക്കളിൽ നിന്നും ആശ്വാസവും എല്ലാവരോടും യഥാർത്ഥ സമാധാനവും നിങ്ങൾ ഉണ്ടാവുകയും ചെയ്യുവാനാകട്ടെ. ലോകത്തിൽ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായിരിക്കുകയും അവസരം മാത്രം നിങ്ങളിൽ കാരുണ്യം കണ്ടെത്തി അവർ നിങ്ങളെ ദൈവത്തിന്റെ നിത്യഭവനത്തിൽ കൃതജ്ഞതാപൂർവ്വം സ്വാഗതമേൽക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആശീർവദിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. What a beautiful world is out there for me now to see it. Beautiful world is out there for me now to know it. What a beautiful world is out there for me now to see it. Beautiful world is out there for me now to know it. Walking a trail, seeing ships sail down by horizon, clearing the sand, waving my hands, listening to the wonderful chimes. It's all about good times. Walking a trail, seeing ships sail down by horizon, clearing the sand, waving my hands, listening to the wonderful chimes. It's all about good times. Sing. You used to color my sky, whereas I now sing a goodbye. என் கூட நீ திரும்பி வந்தா சொல்லாமலே நாம் விட்டு போவேனோ. What a beautiful world is out there for me now to see it. Beautiful world is out there for me now to know it. What a beautiful world is out there for me now to see it. Beautiful world is out there for me now to know it. Walking a trail, seeing ships sail down by horizon, clearing the sand, waving my hands, listening to the wonderful chimes. It's all about good times.
home, where my heart is full. Oh, where I don't feel away or cold. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. Joy of little things in life. Wonder why it all feels right. Waking up to tea in my bed. Wonder why no troubles inside. Everything's at ease instead. Wonder why time can fly, no matter how long it be. Wonder why we're in paradise, no other place so happy. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. Joy of little things in life. Wonder why it all feels right. Waking up to tea in my bed. Wonder why no troubles inside. Everything's at ease instead. Wonder why time can fly, no matter how long it be. Wonder why we're in paradise, no other place so happy. I need another paradise. 'Cause I need another paradise. 'Cause I need another paradise. 'Cause I need another paradise. Take a step, take a leap into the other side. You don't see, run away. Let your heart beat in time into the rhythm that you desire. Walk away. Head still high and dreams inside, and walk away. Run closer. Don't let it go, let it go.
you don't show, run away. Footsteps leading forth into a place unseen before, walk away. सर उठा के नजरें मिला के चल पड़े. Say, love is in the air. Say, love is in the Every day I find a way through darkness. Have a smile that portrays my happiness. Every year I long for celebration, for the moments I still cherish in time, to be with my tribe in elation. You know what's on my mind. Ooh, when we get together, ooh, oh, we'd be dancing like this. Every year I long for celebration, for the love of gold, of a special kind. We're in this together with passion. You know what's on my mind. It's time to be true. Shake, swirl and groove. Love binds us साथ चले, संग तेरे निकले. हम भी साथ चले, संग तेरे निकले. It's time to be true. Shake, swirl and groove. Love binds us true. Follow you into the moonlight. Fear that makes me strong, I believe. To last the endless storm, and then to live to see the sunlight. Persistence to prevail, I believe. Regrets in this lifetime, to chase the fire along, I believe. To
last the endless storm, and then to live to see the sunlight. Persistence to prevail, I believe. Holding on to see how life turns out, killing the fall back time, I believe. Walking on to see the lights turn on during the time of dawn, I believe. मुंडा थोड़ा ऑफ बीट है पर कुड़ियां देना बहुत स्वीट है। मुंडा थोड़ा ऑफ बीट है पर कुड़ियां देना बहुत स्वीट है। ढोंगी सा ये बड़ा ढीठ है, वायरल हो गया ये ट्वीट पर फूल वूल करने में कूल तू बड़ी तेज कटारी है। शगन तेरी की लगन तेरी की हमने कर दी तैयारी है। नच देंगे सारे हल मिल के आज हिले डुल के सारे के सारे नजारे। नच देंगे सारे हल मिल के आज हिले डुल के सारे के सारे नजारे। खसबानों का मैं અરે કિનારા તો સ્થિર અને સલામત હોય, પણ માણસ એના માટે નથી સર્જાણો. અરે ખારવો ખલાસી તો ઈ કહેવાય કે જે ફણીધર નાગ જેવા દરિયાની સામે ઉતરે અને ઉતરવું પડે, કારણ કે કિનારે તો ખાલી પડે નાની નાની પગલીને, નાના એવા સપનાની રેત વાળી ઢગલીને. તોફાનો તરાપ મારે હાડે સાવ આપી જાય તોય જેની હિંમત અને આમ નહીં આપે એવો ખારવો ખલાસી, એવો હાડનો ખલાસી, એવો ખારવો ખલાસી, એવો હાડનો ખલાસી. ગોતીલો 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 પોતાના જ દરિયામાં પોતાની જ ડૂબકીથી જાતનો અમૂલ મોતીલો. ગોતી જે મસાલા ખાલી બાબટા ધજાના, એવો હાડનો ખલાસી ગોતીલો.
गुलाबी शरारा, अरे चुनरी तेरी चमकेगी गुलाबी शरारा. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ നീളം താ അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ നീളം താ മേഘത്തിൽ ഗോവിന്ദ സങ്കരഹത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ തിഷ്ടിത്താരം തൊട്ടെന്ന നേരും നേരും നെഞ്ചിൽ തുള്ളാട്ടം ഹേ ഗോവിന്ദ 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 ഗോവിന്ദ
tired and worn, and you feel like you can't go on, I'll be there to put one foot in front of the other. When you've lost your way, oh, the first time your heart breaks, I'll pick up the pieces and put them back together. I'll be there for you. Every fall and every rise, every wrong and every right. I'll be there for you. When your heart finds a home, when you find what you've been searching for, I'll be by your side and walk you down into your forever. I'll be there for you. Every fall and every rise, every wrong and every right. I'll be there for you. When the time finally comes, I hope you're proud of everything we've done, and you can help me put one foot in front of the other. I'll be there for you.